ചിന്താവിഷയമായി എടുത്തിരിക്കുന്ന കുറിവാക്യം നാം ഇന്ന് പ്രതിവാക്യമായി വായിച്ച 92-ാം സങ്കീർത്തനം 14-ാം വാക്യം. വാർദ്ധക്യത്തിലും അവർ ഫലം കാഴ്ചകൊണ്ടിരിക്കും, അവർ പുഷ്ടി വച്ചും പച്ച പിടിച്ചും ഇരിക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കാഴ്ചകൊണ്ടിരിക്കും, അവർ പുഷ്ടി വച്ചും പച്ച പിടിച്ചും ഇരിക്കും. ഒരു നിമിഷം പ്രാർത്ഥന. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ ആരാധനയിൽ ഞങ്ങൾ തിരുമുഖത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു. ഇന്ന് വയോജന ഞായറായി ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിലെയും സമൂഹത്തിലെയും വാർദ്ധക്യ സഹജമായ ക്ഷീണാവസ്ഥകളിലും വാർദ്ധക്യത്തിലുമായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് അവരുടെ ജ്ഞാനം യുവതലമുറയ്ക്ക് പകരപ്പെടുന്ന ഒരു അനുഭവമാക്കി ഈ ആരാധനയിലൂടെ അങ്ങ് മഹത്വീകരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. തിരുസന്നിധിയിലായിരിക്കുന്ന പ്രിയ ജനത്തെ അനുഗ്രഹിക്കണം. വചനം സംസാരിക്കുന്ന അടിയന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ. ഒരല്പസമയം വചനവുമായി ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം നൽകി ഞങ്ങളെ ആത്മീകമായി ശക്തീകരിക്കണം. ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ ആരാധനയിൽ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും ആത്മീയമായി അങ്ങ് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ആരാധനയിൽ വളരെ ശാന്തമായി തികച്ചും ആത്മീയ അന്തരീക്ഷത്തിൽ ആരാധനയിലുടനീളം ദൈവസന്നിധിയിലായിരുന്ന പ്രിയ ദൈവജനം വളരെ മനോഹരമായ ആത്മീയ ഗാനങ്ങൾ ആലപിച്ച കോയർ, വളരെ നല്ല രീതിയിൽ ശബ്ദം നിയന്ത്രിച്ച നമ്മുടെ സഭയിലെ കപ്പിയാണ്. അതുപോലെ ഇന്നത്തെ ആരാധനയ്ക്ക് നല്ല ഒരു അന്തരീക്ഷം പകർന്ന ഈ ആത്മീയ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്താവിഷയം വയോധികരുടെ ജ്ഞാനം എന്നുള്ളതാണ്. വാർദ്ധക്യത്തിലെത്തിയവരെ അവഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദക്ഷിണകേരള മഹായിടവക ഇന്ന് വയോജന ഞായറായി ആചരിക്കപ്പെടുകയാണ്. പലപ്പോഴും നാം ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന ജീവിത മൂല്യങ്ങളെ കുറിച്ച് ഓർപ്പിക്കുവാനാണ് ഇന്നത്തെ ദിവസം നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാനവ സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. തികച്ചും മത്സരാധിഷ്ഠിതമായ ഈ ലോകത്തിൽ മുന്നേറുവാനുള്ള വാഞ്ച എല്ലാവരിലും നിഴലിച്ചു നിൽക്കുന്നതായി, അതിനായുള്ള കഠിന അധ്വാനങ്ങളിൽ മാതാപിതാക്കളും മക്കളും ഒന്നതുപോലെ പരിശീലിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇവിടെ ഒന്നാമനായി മുന്നേറുവാനുള്ളതായ ഒരു ഓട്ടം നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നു. ഈ ഓട്ടത്തിനിടയിൽ മനുഷ്യൻ വലിച്ചെറിയുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്നതായ ജീവിത മൂല്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇവിടെ പിന്നിലുള്ളതിനെ മറന്നുകൊണ്ടും മുന്നിലുള്ളതിനെ ആംഗ്യം കൊണ്ടുള്ളതായ ഒരു ഓട്ടത്തിൽ ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു സാഹചര്യത്തിലാണ് ഉപയോഗിക്കുകയും വലിച്ചെറിയുകയും ചെയ്യുന്ന സംസ്കാരം നമ്മളിൽ ശക്തി പ്രാപിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നാളുകൾ നാം അതിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി പരിപോഷിപ്പിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യും. ആവശ്യം കഴിയുമ്പോൾ ഉപയോഗശൂന്യമെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നതായ അനുഭവങ്ങളാണ് ഈ ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകത.
അതിൽ ബോധപൂർവമോ അല്ലാതെയോ ക്രൈസ്തവ സമൂഹങ്ങളിലും പങ്കാളികളാണ്. ഇവിടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥിതിയിലേക്കുള്ള നമ്മുടെ പ്രയാണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരുത്തി വച്ചിരിക്കുന്നതായ മൂല്യച്യുതികളെ നാം വിസ്മരിക്കരുത്. ജീവിത മൂല്യങ്ങൾ പലതും ഉപേക്ഷിച്ച് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ജീവിത മൂല്യങ്ങളിൽ ഒന്നായി ഇന്ന് മുതിർന്നവരോടുള്ള നമ്മുടെ മനോഭാവം മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ചിന്താ വിഷയം വയോധികരുടെ ജ്ഞാനം എന്നുള്ളതാണ്. വയോജനങ്ങൾ ഇന്ന് അവഗണിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരുടെ ജീവിതത്തിന് വില കൽപ്പിക്കുക എന്ന ഒരു ചിന്തയോടുകൂടെ, അല്ലെങ്കിൽ വയോജനങ്ങളുടെ ജ്ഞാനം വളർന്നു വരുന്ന തലമുറയുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയ്ക്ക് ഊർജം നൽകുന്ന ഒരു അനുഭവമാക്കി മാറ്റുക എന്നുള്ളതായ ഒരു അനുഭവം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഇന്നത്തെ യുവജനങ്ങൾ പലപ്പോഴും വാർദ്ധക്യത്തിലെത്തിയവരെ അവഗണിക്കുകയോ അവർക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ബലഹീന പാത്രങ്ങളെന്ന് പറഞ്ഞ് ഉപയോഗശൂന്യമായ വസ്തുക്കളായി കണ്ട് അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ നാലായി തരംതിരിച്ചിരിക്കുകയാണ്. അതായത് ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു ജീവിത അവസ്ഥ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കുവാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെയോ അതിനെ അഭിമുഖീകരിക്കേണ്ടതായ ഒരു അനുഭവമായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തേണ്ടതാണ്. ഇവിടെ ഒരു ചോദ്യം: എപ്പോഴാണ് വാർദ്ധക്യം ആരംഭിക്കുന്നത്? പ്രിയമുള്ളവരെ, പൊതുവെ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം 60 വയസ്സ് മുതലാണ് വാർദ്ധക്യം ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഭാരതീയ ചിന്തയിലും പാശ്ചാത്യ ചിന്തയിലും അല്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും എല്ലാവരും പൊതുവെ അംഗീകരിക്കപ്പെടുന്നത് 60 വയസ്സ് മുതലാണ് വാർദ്ധക്യം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് നരച്ച തല ശോഭയുള്ള കിരീടം. പ്രിയമുള്ളവരെ, നരച്ച തല ശോഭയുള്ള കിരീടമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ മുന്നേറുവാനുള്ള മനുഷ്യന്റെ വ്യഗ്രതയിൽ ഈ നരച്ച തലകളെ അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വവിഖ്യാത നാടകകൃത്തായിരിക്കുന്ന ഷേക്സ്പിയർ തന്റെ ഒരു നാടകത്തിൽ വാർദ്ധക്യത്തെ അദ്ദേഹം ചിത്രീകരിച്ചത് ഇപ്രകാരമാണ്. അതായത് കണ്ണും ചെവിയും മൂക്കും പല്ലും നാവും ഇല്ലാത്തതായ ഒരു ദയനീയ കാലഘട്ടം എന്നുള്ളതാണ്. അതായത് ഒരു കഴിവുമില്ലാത്ത ഒരു കാലഘട്ടമായിട്ടാണ് ഷേക്സ്പിയർ പോലും അത് വാർദ്ധക്യത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അത് വാർദ്ധക്യം പൂർണ്ണതയുടെ, പക്വതയുടെ, പരിജ്ഞാന പൂർണ്ണതയുടെ ഒരു കാലഘട്ടം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും വേദപുസ്തകവും ലോകചിന്തകളും വൈരുദ്ധ്യാത്മകമായ അനുഭവങ്ങളുടെ പങ്കുവയ്ക്കുന്നു. എന്നാൽ വാർദ്ധക്യത്തിലെത്തിയവരുടെ ജ്ഞാനം, അവരുടെ അനുഭവങ്ങളുടെ കലവറകൾ, അവരുടെ ജീവിതത്തിന്റെ സഹനങ്ങൾ, ഇവ നാം ചിന്തിക്കുമ്പോൾ അത് വാർദ്ധക്യം പൂർണ്ണതയുടെയും പക്വതയുടെയും പരിജ്ഞാന പൂർണ്ണതയുടെയും കാലഘട്ടമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് 2-3 ചിന്തകളെ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. ഒന്നാമത്, ദൈവം കൂടെ ഉണ്ട് എന്ന് ഉറപ്പുള്ളവരാണ് വാർദ്ധക്യത്തിലെത്തിയവർ. പ്രിയമുള്ളവരെ, ചിന്തിക്കണമേ, ദൈവം കൂടെ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ. വയോധികരുടെ അനുഭവ ജ്ഞാനം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും എല്ലാവരും നമ്മെ കൈവിടുമ്പോഴും ഈ നമ്മുടെ സ്നേഹിതരോ നമ്മുടെ ജീവിത പങ്കാളിയോ ഈ ലോകപ്രകാരമുള്ള ബന്ധങ്ങളോ നമ്മെ കൈവിടുമ്പോഴും നമ്മെ കൈവിടാത്ത ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതായ ഒരു ഉറപ്പാണ്. അതായത്
ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന അവരുടെ ജീവിതത്തിന്റെ അനുഭവ സമ്പത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് നാം പാഠമായി വായിച്ച ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അവിടെ അബ്രഹാം തന്റെ ദാസനായ എലിയാസറിനോട് പറയുന്നത്, എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തിൽ നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നീ എന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തന്റെ ദൂതനെ അയക്കും. അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ, തന്റെ അനുഭവ സമ്പത്തിലൂടെ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് അബ്രഹാം എത്തുകയാണ്. അതെ, ആരെല്ലാം എന്നെ കൈവിട്ടാലും ഈ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസം. ഈ ഒരു വിശ്വാസമാണ് വയോധികനായിരിക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തെ ചലനാത്മകമായ അല്ലെങ്കിൽ പ്രവർത്തനാത്മകമായ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുള്ളതായ ഒരു ഉൾപ്രേരണയിലേക്ക് അബ്രഹാമിനെ നയിക്കുന്നത് എന്ന കാര്യം നാം മറന്നു പോകരുത്. ഇപ്രകാരം അബ്രഹാമിനെ കൊണ്ട് പറയിക്കുവാൻ കാരണം ദൈവവുമായുള്ള തന്റെ ജീവിത ബന്ധത്തിൽ രൂപപ്പെട്ടതായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ദൈവം എന്നോട് കൂടെ ഉണ്ട്, എന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും എന്നോട് കൂടെ ഇരുന്ന് വഴി നടത്തിയ ദൈവം, എന്റെ വാർദ്ധക്യം വരെ എന്റെ ജീവിതത്തിൽ എന്റെ മുന്നിൽ നിന്ന് എന്നെ നയിച്ച എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് അബ്രഹാമിനെ ഇപ്രകാരം പറയുവാനുള്ള കാരണം. കൽദയരുടെ ഊരിൽ നിന്നും യഹോവയാകുന്ന ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുകയാണ്. അബ്രഹാം കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം മുന്നിൽ നിന്ന് അബ്രഹാമിനെ നയിച്ചു. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ട് ദൈവത്തിന്റെ പിന്നാലെ യാത്ര തിരിച്ചവനാണ്. അതെ, പാല് തേൻ ഒഴുകുന്ന കനാൻ ദേശം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമാക്കി നൽകുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അത് വിശ്വസിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും ഞാൻ നിനക്ക് മക്കളെ നൽകാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ അബ്രഹാം അത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ പരിണിത ഫലം അബ്രഹാം പാലും തേനും ഒഴുകുന്ന അതേ കനാൻ ദേശത്തിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ആദിയോളം ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ വന്യ മാതാപിതാക്കളെ, ഇനി വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകുന്ന മധ്യവയസ്കരെ, ഇനിയും വാർദ്ധക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ, കൊച്ചുമക്കളെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു ഉറപ്പിന്റെ മേൽ നാം ജീവിതം നയിക്കുന്നുവെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇത് പലപ്പോഴും മനുഷ്യ ജീവിതം മുൻപിലോട്ട് നോക്കുമ്പോൾ നിരാശകളാണ്. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെത്തിയവർ ആരും എന്നെ സഹായിക്കുവാനില്ല, എന്റെ ജീവിതം എന്തായിത്തീരും എന്ന് ചിന്തിക്കുന്നതായ അനുഭവങ്ങളിൽ ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇത്രയും കാലം എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്തുമെന്ന വിശ്വാസത്തോടെ അബ്രഹാമിനെ പോലെ എന്റെ മുന്നിൽ നിന്ന് എന്നെ നയിച്ച ദൈവം ഇനിയും എന്റെ ജീവപര്യന്തം എന്നെ വഴി നടത്തുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ അതേ തങ്ങളുടെ അനുഭവങ്ങളെ പരിജ്ഞാനമായി മാറ്റി അത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഉപദേശങ്ങളാക്കി ജീവിതത്തെ ക്രമീകരിക്കുന്ന അതേ വാർദ്ധക്യത്തിലെ അതേ അറിവിന്റെ കേന്ദ്രങ്ങളെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം, അവിടെ അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിന് വേണ്ടിയുള്ള ഒരു വിവാഹ ആലോചനയാണ് അവിടെ നടക്കുന്നത്. അബ്രഹാം തന്റെ ദാസനായ എലിയാസറിനോട് പറയുന്നത്, എന്റെ മകൻ ഇസ്ഹാക്കിന് കനാന്യ കന്യകമാരിൽ നിന്നും ഒരു കന്യകയെ എടുക്കാതെ എന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് പോയി അവിടെ നിന്നും ഒരു കന്യകയെ നീ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇവിടെ അബ്രഹാമിന് ദൈവത്തിൽ പരിപൂർണമായ ഒരു വിശ്വാസമുണ്ട്. അബ്രഹാമിന്റെ ഇതുവരെയുള്ള ജീവിതം
ജീവിതത്തിൽ ദൈവം തന്നെ നടത്തിയ വിധങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്നും ഓർമ്മക്കുറിപ്പുകളായി നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് അബ്രഹാം തന്റെ ദാസനായ എലിയാസറിനോട് പറയുന്നത്, അത് എന്റെ മകൻ ഇസഹാക്കിന് ഒരു സ്വന്തം ചാർച്ചയിൽപ്പെട്ട ഒരു കന്യകയെ വേണം, അതിനുവേണ്ടി നീ എന്റെ സ്വന്തം ഭവനത്തിലേക്ക് കടന്നു പോകണമെന്ന് പറഞ്ഞ് എലിയാസറിനെ മെസൊപ്പൊത്താമിയയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് അബ്രഹാം. എന്നാൽ ഇവിടെ എലിയാസറിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു സംശയം ഉണ്ടായി. ഇന്ന് സംശയങ്ങളുടെ കാലഘട്ടമാണല്ലോ പ്രിയമുള്ളവരെ. ദൈവത്തിൽ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് ഞാനും നിങ്ങളും സംശയിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങൾ. ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം തന്നെ മുന്നിൽ നിന്ന് നയിച്ച ജീവിത അനുഭവങ്ങളും പരിജ്ഞാനവും, അബ്രഹാമിന് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എന്റെ മകന് എന്റെ സ്വന്തം ചാർച്ചയിൽ നിന്ന് ഒരു കന്യകയെ എടുക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ എലിയാസർ പറയുന്നത്, അത് ഞാനിങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഒരു കന്യകയെ എന്നോട് കൂടെ എങ്ങനെ അയക്കും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ അബ്രഹാം പറയുന്നത് പ്രകാരമാണ്, അത് എന്റെ പിതൃഭവനത്തിൽ നിന്നും എന്നെ വിളിച്ച് വേർതിരിച്ച് ഞാൻ സഞ്ചരിച്ച പാതകളിൽ എനിക്ക് കാവലായിരുന്നു, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം എനിക്ക് നൽകാമെന്ന് പറഞ്ഞ് അങ്ങനെ നൽകി. അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ തികവായി നിവർത്തിച്ച അബ്രഹാം ഇവിടെ എലിയാസറിനോട് പറയുന്നത്, നീ പോകുന്നതിന് മുന്നമേ ദൈവത്തിന്റെ ദൂതനെ ദൈവം നിനക്ക് മുൻപായി അയക്കുമെന്നുള്ളതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു ആത്മീയ ചിന്തയുടെ പ്രിയമുള്ളവരെ, ഇന്ന് ജീവിതത്തെ നോക്കി പകച്ചു നിൽക്കുന്ന പ്രിയ ദൈവജനമേ, വാർദ്ധക്യം ശാപമായി, അതേ വാർദ്ധക്യം ബാധ്യതകളായി കാണുന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇവിടെ അബ്രഹാം എന്ന വാർദ്ധക്യ പിതാവിന്റെ വിശ്വാസത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അത് ഇതുവരെ നടത്തിയ ദൈവം എന്നെ മുന്നിൽ നിന്ന് നയിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഇന്നത്തെ ജനതയ്ക്ക് ആവശ്യമായിരിക്കുന്നു. ഇവിടെ അബ്രഹാം തന്റെ ദാസനായിരിക്കുന്ന എലിയാസറിനോട് പറയുന്നത്, നീ പോകുന്നതിന് മുന്നമേ ദൈവത്തിന്റെ ദൂതനെ നിനക്ക് മുന്നായി ദൈവം അവിടെ അയക്കും എന്നുള്ളതാണ്. അപ്രകാരം തന്നെ സംഭവിക്കുന്നു. എലിയാസർ മെസൊപ്പൊത്താമിയയിലേക്ക് കടന്നു പോകുകയാണ്. പോകുന്ന യാത്രയിൽ തന്നെ അതേ ഒരു ബാല്യകാലത്തെ കാണുന്നു. ആ ബാല്യകാലത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഭവനത്തിലേക്ക് കടന്നു പോകുകയാണ്. ആ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇവിടെ എലിയാസർ ലാബാനോട് പറയുന്നത് പ്രകാരമാണ്. അത് അതിന്റെ 58-ാമത്തെ വാക്യത്തിൽ ലാബാൻ റിബേക്കയോട് ചോദിക്കുന്നു, ഈ മനുഷ്യനോട് കൂടെ പോകുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? പ്രിയമുള്ളവരെ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്ത്, ഇതുവരെ ആരും കാണാത്തതായ ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയോടുകൂടെ കന്യകയായ ഒരു ബാല്യക്കാലത്ത് ഇതാ പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് ദൈവിക പദ്ധതികൾ എന്ന് പറയുന്നത്. ദൈവിക പദ്ധതികൾക്ക് നാം വിധേയപ്പെടുന്നുവെങ്കിൽ, ദൈവത്തിൽ നാം ആശ്രയം കണ്ടെത്തുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ അനുഭവമായിരിക്കും. അങ്ങനെ ലാബാൻ തന്റെ യജമാനൻ അങ്ങനെ നമ്മുടെ എലിയാസർ തന്റെ യജമാനൻ അബ്രഹാം തന്നോട് കൽപ്പിച്ചതുപോലെ ഇവിടെ റിബേക്കയും കൊണ്ട് അബ്രഹാമിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിന്റെ അനുഭവങ്ങൾ, അബ്രഹാമിനെ നയിച്ചത് ദൈവം തന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതായ ഉറപ്പാണ്. ഇന്നത്തെ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നാം അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയിലും നമ്മുടെ ഈ വചനങ്ങൾക്ക് വിശ്വാസമില്ലായ്മയുടെ അനുഭവ തലങ്ങളിലും എത്തി നിൽക്കുമ്പോൾ ഇവിടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള അബ്രഹാം എന്ന വാർദ്ധക്യ പിതാവിന്റെ ആ ഒരു ഉറപ്പേറിയ വിശ്വാസത്തിലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ അബ്രഹാം വിശ്വസിക്കുന്നത് ദൈവം എന്റെ കരം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ആധുനിക കാലഘട്ടത്തിലെ കുടുംബ ജീവിതങ്ങളിലായിരിക്കുന്ന ഞാൻ നിങ്ങളും ഈ കർത്താവായ ദൈവത്തിന്റെ കരം പിടിച്ച് നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് നയിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന ആ ഉറപ്പിന്റെ, അബ്രഹാമിന്റെ ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മുമ്പോട്ട് നയിക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ചിന്ത, കഷ്ടതകളിൽ ആശ്വാസം കണ്ടെത്തിയവരാണ് വാർദ്ധക്യത്തിലെത്തിയവർ എന്നുള്ളതാണ്.
നാം ഇന്ന് പാഠമായി വായിച്ച 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ പൗലോസ് എന്ന വൃദ്ധനായ ഈ വ്യക്തി തിമോഥെയോസ് എന്ന് പറയുന്ന യുവാവിനോട് പറയുന്നത്, അതെ, നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. ഇന്ന് പലപ്പോഴും യുവജനങ്ങളും വൃദ്ധരും ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ് അന്തരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ വയോധികനായ അപ്പോസ്തലനായ പൗലോസ് റോമിലെ കാരാഗൃഹത്തിന്റെ കഠിനവേദനയിൽ കിടന്നുകൊണ്ട് യുവത്വം തുളുമ്പുന്ന തിമോഥെയോസിനോട് പറയുന്നു, അതെ, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. ഇവിടെ തിമോഥെയോസിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിധമായ ജനറേഷൻ ഗ്യാപ്പും ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ അനുഭവ സമ്പത്ത് കഷ്ടങ്ങളിൽ തുണയായിരിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ സാന്നിധ്യം പൗലോസിന്റെ ജീവിതത്തിന്റെ വേദനാജനകമായ ജീവിത സാഹചര്യങ്ങളിൽ, അത് എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് സഹനങ്ങളുടെ വഴിയെ പൗലോസിനെ നയിച്ച കർത്താവായ യേശുവിന്റെ സാന്നിധ്യം, അതേ സാന്നിധ്യം തന്നെയാണ് കാരാഗൃഹത്തിന്റെ കഠിനവേദനയിലായിരിക്കുമ്പോഴും പൗലോസ് അതേ യൗവനത്വം തുളുമ്പുന്ന തിമോഥെയോസിനോട് പറയുന്നത്, സുവിശേഷ നിമിത്തം നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ കഷ്ടം സഹിക്കുക എന്ന് പറയുമ്പോൾ സഹനങ്ങളുടെ വഴികളിലൂടെയുള്ള ഒരു യാത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ക്രിസ്തുമാർഗം സഞ്ചരിച്ചു വന്ന നാൾവഴികളെ കുറിച്ച് നാം മനസ്സിലാക്കണം. ഒരു കാലഘട്ടങ്ങളിൽ യേശുവിനെ ആരെല്ലാം സാക്ഷിക്കുന്നുവോ അവരെല്ലാം രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, കൊടിയ വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. ഇത് പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ പിന്നാലെ കടന്നു പോകുന്ന ക്രൈസ്തവ സമൂഹം ഇത് ചിന്തിക്കണം. യേശു പറഞ്ഞത് ഇത് തന്നെയാണ്, അത് ഞാൻ നിങ്ങൾക്ക് സന്തോഷകരമായ അല്ലെങ്കിൽ സമൃദ്ധിയുടെ ലോകപരമായ സമ്പത്തിന്റെ ഒരു രാഷ്ട്രം പണിയാമെന്നല്ല. യേശു പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, നിങ്ങൾക്ക് മുന്നേ കഷ്ടം സഹിച്ചവനാകുന്ന ഞാൻ സഹനങ്ങളുടെ വഴികളിലൂടെ അനുഭവ സമ്പത്തിലൂടെ നിങ്ങളെ ധന്യതയുടെ സ്വർഗീയ രാജ്യത്തിന് ഓഹരിക്കാരാക്കി തീർക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വയോധികനായിരിക്കുന്ന പൗലോസിന്റെ പരിജ്ഞാന നിലവിൽ ഇതുവരെയുള്ള തന്റെ ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്റെ യൗവനദശയിലുള്ള ശിഷ്യനോട് പറയുന്നത്, സുവിശേഷ നിമിത്തം നീയും കഷ്ടം സഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ കഷ്ടതയിൽ തളർന്നു പോകുന്ന ഒരു ജനസമൂഹത്തിന്റെ മധ്യത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കഷ്ടത എന്ന് പറയുന്നത് ഒന്നിന്റെയും നാശമല്ല. കഷ്ടതകളിലൂടെ ജീവിതം അതേ പ്രാവർത്തികമായ പരിശീലനങ്ങളിലൂടെ വളർത്തുമ്പോഴാണ് സഹനങ്ങളിലൂടെ വഴികളിലൂടെ ജീവിച്ച് ഒരു അനുഭവ സമ്പത്തിന്റെ ഉടമയായി അവസാനം നാം പ്രിയം വച്ചിരിക്കുന്ന ദൈവസന്നിധിയിൽ നമുക്ക് എത്തുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ വാർദ്ധക്യം എന്ന് പറയുന്നത് ജീവിതത്തിലെ കഷ്ടതകളിലും ആശ്വാസം കണ്ടെത്തുന്ന ജീവിത അനുഭവങ്ങളാണ്. വാർദ്ധക്യം വിലയേറിയ ഒരു കാലഘട്ടം. ജീവിത അനുഭവങ്ങൾ തങ്ങളെ കൊണ്ടെത്തിക്കുന്ന പക്വതയുള്ള അതേ പരിജ്ഞാനമുള്ള ഒരു ജീവിത അനുഭവമായി മാറ്റപ്പെടുകയാണ്. പലപ്പോഴും വാർദ്ധക്യം എന്ന് പറയുന്നത് ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞ കാലഘട്ടമാണ്. മാനസികമായ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന കാലഘട്ടമാണ്. ഒറ്റപ്പെടലുകളുടെ ഏകാന്തതകളുടെ അനുഭവങ്ങളിലൂടെ നയിക്കപ്പെടുന്ന കാലഘട്ടമാണ്. ചിലപ്പോഴൊക്കെ മക്കളും കൊച്ചുമക്കളുമൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയണം. ഒരു പരിജ്ഞാനമേറിയ വാർദ്ധക്യ കാലഘട്ടം ദൈവാശ്രയത്തോടുകൂടെ സഹനങ്ങളുടെ വഴികളിലൂടെ യാത്ര ചെയ്ത് ഈ ദൈവം എന്നെ ജീവപര്യന്ത വഴി നടത്തുമെന്ന വിശ്വാസത്തിന്റെ ഉടമയായി തീരുന്ന അനുഭവ സമ്പത്തിന്റെ കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ചിന്ത, ജീവിതത്തിൽ ദൈവിക മൂല്യങ്ങളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നവരാണ് വാർദ്ധക്യമുള്ളവർ.
ഒന്നുകൂടെ ഞാൻ പദം പറയാം. ജീവിതത്തിൽ ദൈവിക മൂല്യങ്ങളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നവരാണ് വാർദ്ധക്യത്തിലുള്ളവർ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ജീവിത മൂല്യങ്ങളും ദൈവവചനവും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാലഘട്ടം. ആരോഗ്യമുള്ള കാലഘട്ടങ്ങളിൽ എന്തും ചെയ്യാമെന്നുള്ള മനക്കരുത്തോടുകൂടെ ലോകത്തിന്റെ പിന്നാലെ കടന്നുപോയി പരാജയങ്ങൾ സംഭവിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ഈ ജീവനുള്ള ദൈവം എന്നെ ജീവപര്യന്തം വഴി നടത്തുമെന്ന ഒരു വിശ്വാസ സ്വഭാവ രൂപീകരണത്തിന്റെ കാലഘട്ടമാണ്. നാം ഇന്ന് പാഠമായി വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എലിസബത്ത് മച്ചിയായിരുന്നു, ഇരുവരും വാർദ്ധക്യത്തിലായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സക്കറിയാവും ഭാര്യ എലിസബത്തും വയസ്സ് ചെന്ന് വളരെ വാർദ്ധക്യ സകലമായ ജീവിത അനുഭവങ്ങളിൽ ആയിരുന്നപ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവിക പ്രമാണങ്ങൾ നെഞ്ചോട് ചേർത്ത് തങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടതകളിൽ ആശ്വാസം കണ്ടെത്തുകയും ആരുമില്ല എന്നുള്ള നിരാശയല്ല അവരെ നയിച്ചത്, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തോടെ ജീവിത ക്രമീകരണങ്ങളെ ക്രമപ്പെടുത്തിയതായ ഒരു വിശ്വാസ ദമ്പതികളായിട്ട് നമുക്ക് ഇവരെ കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, ജീവിതത്തിൽ 2 യോഗ്യതകളെ അവർ തങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചു. ഒന്ന്, ജീവിതത്തിൽ നീതിയുള്ളതായ അനുഭവങ്ങൾ. ഇന്ന് പലപ്പോഴും അനീതികളോട് മാത്രം നിറഞ്ഞതായ ഒരു കാലഘട്ടമാണ്. പലപ്പോഴും നീതി തുളുമ്പുന്ന വാക്കുകൾ പ്രസംഗിച്ചാലും അനീതികൾ മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ, സാംസ്കാരിക, മത മേലധ്യക്ഷന്മാരും അതിനനുസരിച്ചുള്ളതായ പ്രവർത്തനങ്ങളും ഈ നാളിന്റെ മൂല്യച്യുതികളാണ് എന്ന് നാം എല്ലാവരും അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ ദൈവാശ്രയത്തോടെ ജീവിക്കുന്ന വാർദ്ധക്യ ദമ്പതികളായിരിക്കുന്ന സക്കറിയാവും എലിസബത്തും ദൈവ നീതിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചു. 2-ാമത്തെ അനുഭവം, ദൈവത്തിന്റെ കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി അവർ നടന്നു എന്നുള്ളതാണ്. ജീവിതത്തിന്റെ വാർദ്ധക്യകാലം വരെയും കഷ്ടതകളുണ്ടായി, ഏകാഗ്രതകളുണ്ടായി, ഒരു കുഞ്ഞിനെ പോലും ലഭിച്ചില്ല എന്നുള്ള നിരാശകൾ ഇല്ലാതെ അത് ദൈവത്തിന്റെ ന്യായങ്ങളിലും ദൈവത്തിന്റെ കൽപ്പനകളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്ന അനുഭവം. പ്രിയമുള്ളവരെ, നമ്മുടെ വാർദ്ധക്യ കാലഘട്ടവും പ്രകാരമായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ആദ്യോടന്തം ദൈവത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ച് ദൈവിക കൽപ്പനകളുടെ വഴികളിലൂടെ നടക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹമായിരിക്കും, പരിജ്ഞാനം കൊണ്ട് നിറയും. നിന്റെ വാർദ്ധക്യകാലം പരിജ്ഞാന അനുഭവങ്ങളിലൂടെ സംതൃപ്തിയുടെ ഒരു ജീവിതത്തിലൂടെ അവസാനം നാം പ്രിയം വച്ചിരിക്കുന്ന ദൈവ സന്നിധിയിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ വാർദ്ധക്യകാലം ദൈവിക മൂല്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങളായിരിക്കണം എന്നുള്ളതാണ്. വാർദ്ധക്യ മാതാപിതാക്കളെ നമ്മിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സംസ്കാരം ഈ ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വരുന്നു. വാർദ്ധക്യത്തിലെത്തിയവരെ അവഗണിക്കപ്പെടുന്നതായ ഒരു അനുഭവമാണ് ഈ നാളുകളിൽ ശക്തി പ്രാപിക്കുന്നത്. വയോജന കേന്ദ്രങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഭവനങ്ങൾ വാർദ്ധക്യത്തിലെത്തിയവർക്ക് തടവറകളായി പരിണമിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വാർദ്ധക്യത്തിലെത്തിയവരുടെ അനുഭവ പരിജ്ഞാനങ്ങൾ നാം സ്വാംശീകരിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് നൽകിയതായ ജീവിത കാഴ്ചപ്പാടുകളെ നമ്മുടെ വരും തലമുറകൾ ജീവിത മാതൃകയാക്കി ജീവിതം നയിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അത് വാർദ്ധക്യം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും ആ വാർദ്ധക്യ ദശയെ അഭിമുഖീകരിക്കേണ്ടവരാണ്. വാർദ്ധക്യം ആത്മീയമായി ശക്തി പ്രാപിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വാർദ്ധക്യം
വാർദ്ധക്യം അനുഭവങ്ങളുടെ കലവറയാണ്. പ്രിയമുള്ളവരെ, വാർദ്ധക്യത്തിൽ ദൈവം കൂടെ ഉണ്ട് എന്ന വിശ്വാസം, വാർദ്ധക്യ കാലഘട്ടത്തിൽ ദൈവം കഷ്ടങ്ങൾ അതിജീവിക്കുവാൻ സഹനങ്ങളുടെ വഴികളിലൂടെ നമ്മെ വഴി നടത്തുമെന്നുള്ളതായ പ്രത്യാശയും, വാർദ്ധക്യകാലം ഫലകരമായി ദൈവിക പ്രമാണങ്ങളെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്നതായ ഒരു അനുഭവവും നമ്മുടെ വരും തലമുറകൾക്ക്, ഇന്നത്തെ വാർദ്ധക്യ തലമുറകൾക്ക് ദൈവം പകരപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.
Hallelujah.